What's our next item? Next, our sisters are going to present a classical group dance and its theme is based on a game, Pagida, taken from the epic tale of Mahabharata. Let's experience the beauty of dance. I am Srimay representing class 5th B. I am Shraya representing class 5th D. I am Ushmita representing class 5th B. I am Nakshatra representing class 5th B. I am Navya Jaina representing class 5th B. I am Swatika S representing class 5th B. I am Malavika representing class 5th A. I am Alina Suresh representing class 4th B. I am Ekaksha representing class 3rd A. Good afternoon everyone. We are the students of Bapuji English Medium School and on behalf of our annual day celebration, we are thrilled to present a mesmerizing Pagida dance performance. This traditional dance form is a testament to the rich cultural heritage of our country and we are honored to share it with you today. This dance is characterized by intricate hand gestures, precise footwork and expressive facial movements, all of which come together to convey the emotions and stories of our ancestors. Through this dance, we aim to transport you to a world of elegance, beauty and tradition. We hope you enjoy our classical dance performance and we look you forward applause and appreciation. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ആനുവൽ ഡേയുടെ ഭാഗമായി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പകിട ഡാൻസുമായി എത്തുന്നു. നമ്മുടെ നാടിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായ പരമ്പരാഗത നൃത്തരൂപമാണ് പകിട ഡാൻസ്. സങ്കീർണമായ കൈ ആംഗ്യങ്ങളാൽ സവിശേഷമായ ഈ നൃത്തരൂപം നൃത്തത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ഏവരെയും നൃത്തത്തിൻ്റെ ലോകത്തേക്ക്, മാസ്മരിക ലോകത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. Let's watch and enjoy! പകിട 12 പകിട പകിട 12 പകിട 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 12. സർവം ത്യജിച്ചു വനയാത്രയ്ക്കിറങ്ങുന്ന പാണ്ഡവർക്കുള്ളിൽ പുകഞ്ഞു പക. ഏറെ പ്രിയങ്കരനായി ധാർത്തരാഷ്ട്രർക്കു വഴികാട്ടിയായി നിന്ന ശകുനി. പാണ്ഡവരോടൊരു പകയേതുമില്ലാത്ത ശകുനി കരുനീക്കിയതാർക്കു വേണ്ടി? ആരായിരുന്നു ഈ ശകുനി? ആരായിരുന്നു ശകുനി? സംഗീതം പൊഴിയുന്ന നാട്, ഗന്ധർവ ജന്മങ്ങൾ നിറയുന്ന നാട്, ഗാന്ധാര വംശത്തിൻ തോരാത്ത പെരുമകൾ പാടി നടന്നൊരു പുണ്യനാട്. ഗാന്ധാര നൃപനാ
സുതനാം സുബലനു സുതനായി പിറവി കൊണ്ടു ശകുനി അതിമതിമാൻ ചാരതേന്തു മുഖിയാം ഗാന്ധാരി അവളോ ശകുനിക്കു പ്രിയമേഴ്ത്തിടും സോദരി. അന്ധനാം ധൃതരാഷ്ട്രൻ കരം ഗ്രഹിച്ചു ഹസ്തിനാപുരവധുവായി ഗാന്ധാരി. പതിക്കില്ലാത്ത കാഴ്ച എനിക്കെന്തിന്? സോദരിക്കിരുളാണ്ട ജീവിതം നൽകിയ ഹസ്തിനാപുരിയെ വെറുത്തു ശകുനി. അപ്രീതിയേതോ ജനിക്കയാൽ ധൃതരാഷ്ട്ര സുബലനെ സുതരെയും തടവിലിട്ടു. പകരുന്നൊരെണ്ണ പോൽ ശകുനിതൻ നെഞ്ചിലെരിഞ്ഞു പക. കൂരിരുട്ടിന്റെ കല്ലറയിൽ ഉണ്ണാനൊടുക്കാനുമില്ലാതവർ കുഴഞ്ഞു ഒരു പാത്രമന്നം ഉരുളയൊരോന്നുണ്ട് സൗബലർ പട്ടിണിക്കോലങ്ങളായി. ഈ ഒരു പിടി അന്നം കഴിച്ച് നമ്മുടെ ഇളയ പുത്രൻ ശകുനി നമുക്ക് വേണ്ടി ജീവൻ നിലനിർത്തട്ടെ. അവന്റെ ബുദ്ധിയിൽ ഉദിക്കട്ടെ ഹസ്തിനാപുരിയെ മുച്ചൂടും മുടിക്കാനുള്ള മാർഗം. പട്ടിണിയാൽ പ്രിയർ പിടയുമ്പോൾ കണ്ണീര് കൂട്ടിക്കുഴച്ചന്റെ മുണ്ടവൻ ശകുനി. താതനും സഹജരും പട്ടിണിയാലോടും ഉന്നതും കണ്ടു വളർന്നവൻ ശകുനി. നീറുന്ന പകയുടെ നെരിപ്പോടു നെഞ്ചിൽ അണയാതെ കാത്തവൻ ശകുനി. ശകുനി അന്ധമാം അധികാരം പട്ടിണിക്കിട്ടു കൊന്ന പിതാവിന്റെ തുടയെല്ലിനാൽ തീർത്തോരച്ഛന്റെ ആത്മാവ് കുടികൊള്ളുമാ ചതുരംഗക്കരുക്കളെ ശകുനിതൻ ആയുധം. ആർക്കും വഴങ്ങാത്തോരാ ദുര്യോധനന് വികലമാം ബുദ്ധിയുപദേശിച്ചു. പാണ്ഡവർക്കുള്ളിൽ കൗരവന്മാരോടൊടുങ്ങാത്ത വൈര്യം നിറച്ചു വച്ചു. പകിട 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 12. സഭയിൽ പാഞ്ചാലിയെ വലിച്ചിഴയ്ക്കുമ്പോ കൃഷ്ണ കൃഷ്ണ അവരെ ചതുർഗ്രഹേ ചുട്ടുകൊല്ലുമ്പോ സന്ധിയില്ലാത്തൊരു
യുദ്ധത്തിലേക്കവരെ വഴി നടത്തി സൗബലേയൻ കരുനീക്കി പാണ്ഡവരെ തോൽപ്പിച്ചിടുമ്പോഴും കരുനീക്കം കൗരവർക്കെതിരെ. ശക്തനല്ലാത്ത ഗാന്ധാരപുത്രൻ ശകുനി ഭീഷ്മരോടും ധൃതരാഷ്ട്രരോടും ധാർത്തരാഷ്ട്രരോടും തീർത്ത പകയായിരുന്നു 18 നാൾ നീണ്ട ഘോരയുദ്ധം. കഥ പോലെ ഇത് കാകോലൂകിയ കഥ പോലെ ശകുനി ഇന്നും ഉത്തരം ഇല്ലാത്ത കടം കഥ പോലെ.